Hi everyone, welcome to Neetu's Classroom. ഈ വീഡിയോ ക്ലാസ് 7 ബേസിക് സയൻസ് ചാപ്റ്റർ 4 വെൻ ലൈറ്റ് റിഫ്ലെക്ട്സ് അഥവാ പ്രകാശം പ്രതിഫലിക്കുമ്പോൾ എന്ന പാഠത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് കേട്ടോ. എല്ലാവരും ഒന്നാമത്തെ ഭാഗം കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് കമൻസിൽ ഇട്ടിട്ടുണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ട് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒന്നും കൂടി റിക്വസ്റ്റ് ചെയ്യുന്നു. സോ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ടോപ്പിക്ക് വെച്ചിട്ടാണ്, വെൻ ലൈറ്റ് റിഫ്ലെക്ട്സ്. ഈ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ആക്ടിവിറ്റി വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് എന്താണ് ആക്ടിവിറ്റി എന്ന് നോക്കാം. കിക്ക് എ ബോൾ ടു എ പെർട്ടിക്കുലർ പോയിൻ്റ് ഓൺ എ വാൾ ഫ്രം ഡിഫറെൻറ്റ് പ്ലേസസ്. ഒരു ബോള് ചുമരിലെ ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് നോട്ട് ചെയ്ത് വെച്ചിട്ട് ആ പോയിന്റിലേക്ക് വ്യത്യസ്ത സ്ഥലത്ത് നിന്നിട്ട് അടിക്കുക. അപ്പോൾ അങ്ങനെ അടിക്കുമ്പം ഡസൻ ദ ബോൾ ഹിറ്റ് ദ വാൾ ആൻഡ് ബൗൺസ് ബാക്ക്. എന്ത് സംഭവിക്കും? വാളിൽ ഹിറ്റ് ചെയ്തിട്ട് ബോൾ ബൗൺസ് ബാക്ക് ചെയ്യും, തിരിച്ചു വരും അല്ലേ? ഡസ് ഇറ്റ് ഓൾവേസ് ബൗൺസ് ബാക്ക് ഇൻ ദ സെയിം മാനർ? പക്ഷേ ഓരോ സ്ഥലത്ത് നമ്മൾ ഡിഫറെൻറ്റ് പ്ലേസിൽ നിന്നാണ് അടിക്കുന്നത് അല്ലേ, വ്യത്യസ്ത സ്ഥലത്ത് നിന്ന് മാറി മാറി നിന്നിട്ടാണ് അടിക്കുന്നത്. അങ്ങനെ മാറി മാറി നിന്ന് അടിക്കുമ്പോൾ ഒക്കെ ബോൾ തിരിച്ചു വരുന്നത് ഒരേപോലെ ഒരേ ഡയറക്ഷനിലായിരിക്കും അല്ല അല്ലേ? വ്യത്യസ്ത ദിശയിലേക്കായിരിക്കും ബോൾ തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യുന്നത്. സിമിലർലി ദർ ആർ എനി പെക്യുലാരിറ്റീസ് ഇൻ ദ ലൈറ്റ് റേസ് ഫോളിംഗ് ഓൺ ആൻഡ് ബൗൺസിങ് ഓഫ് എ മിറർ. ലെറ്റ്സ് എക്സാമിൻ. ഇതുപോലെ തന്നെ നമ്മളൊരു മിററിലേക്ക് ലൈറ്റ് അടിക്കുകയാണെങ്കിൽ, ഒരു മിററിലേക്ക് വെളിച്ചം വന്ന് വീഴുമ്പം അത് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നതും ആ ലൈറ്റ് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നതും ഒരേ ഡയറക്ഷനിലായിരിക്കുമോ അതോ വ്യത്യസ്ത ഡയറക്ഷനിലായിരിക്കുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അടുത്തൊരു ആക്ടിവിറ്റി പറഞ്ഞിരിക്കുന്നത്. ഒബ്സർവ് ദ ഫിഗർ. എന്താണ്? 4 കുട്ടികളുണ്ട്. ആ കുട്ടികൾ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് അവരുടെ പേരുകളും താഴെ എഴുതിയിട്ടുണ്ട്. അനു, നിഖിൽ, മേഘ ആൻഡ് റിയ. ദെൻ ദേ ആർ ഇൻ എ കോൺവെർസേഷൻ. അവരെന്തിനെക്കുറിച്ചാണ് പറയുന്നത്? അവരുടെ മുന്നിലത്തെ വോളിലൊരു മിറർ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ മിററിലേക്കാണ് നോക്കുന്നത്. ബട്ട് എല്ലാവർക്കും ഒരേ കാഴ്ച തന്നെയാണോ ആ മിററിൽ കാണാൻ പറ്റുക? അല്ല. അതിനെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. എന്താണ് അനു പറയുന്നത്? ഐ സീ റിയ ത്രൂ ദ മിറർ. സോ അനുവിന് അതിൽ നോക്കുമ്പോൾ, ആ മിററിൽ നോക്കുമ്പോൾ ആരെയാണ് കാണാൻ പറ്റുന്നത്? റിയേനെയാണ് കാണാൻ പറ്റുന്നത്. റിയ എത്രാമതിരിക്കുന്ന കുട്ടിയാണ്? 4th ഇരിക്കുന്ന ഗേളാണ് റിയ. ആൻഡ് സെക്കൻഡ് വൺ, നിഖിൽ എന്താ പറയുന്നത്? നോ, മേഘ ഈസ് ദർ ഓൺ ദ മിറർ. അപ്പം നിഖിൽ പറയാണ് അല്ല, റിയ അല്ല, മേഘയാണ് മിററിലുള്ളത് എന്ന്. സോ നിഖിലിനെ നോക്കുമ്പോൾ തൊട്ട് ഇപ്പുറത്തിരിക്കുന്ന 3rd വൺ ഗേളായിട്ടുള്ള മേഘേനെയാണ് മിററിൽ കാണുന്നത്. ദെൻ മേഘ എന്താ കാണുന്നത്? ഐ സി നിഖിൽ. സോ മേഘ കാണുന്നത് നിഖിലിനെയാണ്. ആൻഡ് റിയ ആരെ കാണുന്നത്? ബട്ട് ഐ സി അനു. സോ അനു റിയേനെ കാണുന്നു, റിയ തിരിച്ചു നോക്കുമ്പോൾ അനുവിനെ തന്നെ കാണുന്നു. നിഖിൽ ആരെ കാണുന്നു? മേഘേനെ കാണുന്നു. മേഘ നോക്കുമ്പം നിഖിലിനെ തന്നെ കാണുന്നു. ഇങ്ങനെയാണ് അവർക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. വൈ ഈസ് ഇറ്റ് that the child who is sitting first can't see those sitting at the second and third position? Similarly, why can't the other children see all others through the mirror? അപ്പോൾ ഒന്നാമതിരിക്കുന്ന കുട്ടിക്ക് എന്തുകൊണ്ടാണ് ഒന്നാമതിരിക്കുന്ന കുട്ടിക്ക് ആരെ കാണുന്നത്? 4ാമതിരിക്കുന്ന കുട്ടീനെയാണ് കണ്ണാടിയിൽ കാണുന്നത് അല്ലേ? എന്തുകൊണ്ടാണ് 2nd 3rd ഇരിക്കുന്ന കുട്ടികളെ കാണാൻ പറ്റാത്തത് എന്നാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ അസംഷൻസ് സയൻസ് ഡയറിയിൽ എഴുതി വെക്കൂ എന്നാണ് പറയണത്. ഇനി ഇതൊന്നും കൂടി സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു എക്സ്പെരിമെൻറ്റും കൂടി പറഞ്ഞിട്ടുണ്ട്. അതും കൂടി ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ കാരണത്തിലേക്ക് വരാം. ലെറ്റ്സ് ഡു ആൻ എക്സ്പെരിമെൻറ്റ് യൂസിങ് സം മെറ്റീരിയൽസ് ഇൻ ദ സയൻസ് കിറ്റ് ടു വെരിഫൈ ദ അസംഷൻസ്. എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടത്? എ സ്മോൾ പീസ് ഓഫ് മിറർ, എ പ്രൊട്രാക്ടർ മെയ്ഡ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ, a transparent plastic box, double-sided tape, laser torch, an insane stick and a matchbox. Fix the small piece of mirror on one side of the transparent plastic box using a double-sided tape. Fill up the box with smoke from the insane stick. അപ്പോൾ
ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ സാധനങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നുണ്ട്. ആദ്യം തന്നെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലുണ്ട്, പ്ലാസ്റ്റിക് ബോക്സ് ഉണ്ട്, എം ടി ആയിട്ടുള്ളൊരു പ്ലാസ്റ്റിക് ബോക്സ് ഉണ്ട്. ദെൻ അതിൻ്റെ താഴെയായിട്ടാണ് എന്ത് വെച്ചിരിക്കുന്നത്, ഈ ഒരു പ്രൊട്രാക്ടർ വെച്ചിരിക്കുന്നത് കേട്ടോ. ദെൻ ഈ പ്ലാസ്റ്റിക് ബോക്സിൻ്റെ ഉള്ളിൽ യു ക്യാൻ സീ എ സ്മോൾ പീസ് ഓഫ് മിറർ അറ്റാച്ച്ഡ്. അതിൻ്റെ സൈഡിലായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്മോൾ പീസ് ഓഫ് മിറർ ഉണ്ട്. ആൻഡ് അതിന് വേണ്ടിയിട്ടാണ് ഡബിൾ സൈഡ് ടേപ്പ് വേണമെന്ന് പറഞ്ഞത്, ഈ മിറർ അറ്റാച്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ദെൻ അതിൽ ഈ ബോക്സിനകത്ത് ചന്ദനത്തിരി വെച്ചിട്ട് അതിൻ്റെ പുക നിറയ്ക്കാനാണ് പറയുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ ലൈറ്റ് അടിക്കുമ്പോൾ ആ ലൈറ്റിൻ്റെ പാത്ത് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ പുക ഇൻസൈൻ സ്റ്റിക്ക് വെച്ചിട്ട് പുക നിറയ്ക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. സോ ഇനി ഇങ്ങനെയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്, അറേഞ്ച് ദ പ്രൊട്രാക്ടർ യു ഹാവ് മെയ്ഡ് അണ്ടർ ദ പ്ലാസ്റ്റിക് ബോക്സ് ആസ് ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ നിങ്ങൾ ഇതൊരു വലിയ പ്രൊട്രാക്ടർ വേണമല്ലേ, അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് പേപ്പറിൽ എന്തെങ്കിലും വരച്ചെടുത്തിട്ട് വേണ്ടി വരും ചെയ്യാൻ. കാരണം കുഞ്ഞു പ്രൊട്രാക്ടറിൻ്റെ മുകളിൽ നമ്മൾ ബോക്സ് വെച്ച് കഴിഞ്ഞാൽ അത് കാണുന്നുണ്ടാവില്ല അല്ലേ. അല്ലെങ്കിൽ സ്കൂളിൽ എന്തുണ്ടാവും, വലിയ പ്രൊട്രാക്ടർ അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ ഡ്രോ എ പെർപെൻഡിക്കുലർ ലൈൻ ഫ്രം ദിസ് പ്രൊട്രാക്ടർ ടു ദ മിറർ അറ്റ് ആൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി. അപ്പോൾ ആ മിററിൽ നിന്നും 90 ഡിഗ്രിയിൽ ഉള്ള 90 ഡിഗ്രി പ്രൊട്രാക്ടറിൽ 90 ഡിഗ്രി കാണുന്നതിന് നേരെ എന്ത് ചെയ്യുക, ഒരു ലൈൻ വരയ്ക്കുക. മിററിൽ നിന്ന് 90 ഡിഗ്രിയിൽ നമ്മൾ വരയ്ക്കുന്ന വരേനെയാണ് നോർമൽ എന്ന് പറയുന്നത്. ദെൻ allow the light from the laser torch to fall through different angles of the protractor on the point where the normal touches the mirror. അപ്പോൾ നമ്മളൊരു ലേസർ ടോർച്ച് വെച്ചിട്ട് കണ്ടോ, അതിൽ ലേസർ ടോർച്ച് വെച്ചിട്ട് ഡിഫറെൻറ്റ് ആംഗിളിൽ, അതായത് പ്രൊട്രാക്ടറിൽ ഡിഫറെൻറ്റ് ആംഗിൾ നോക്കിയിട്ട് നമ്മൾ കറക്റ്റ് എവിടേക്ക് വേണം അടിക്കാൻ, ഈ നോർമൽ വരച്ചിട്ടില്ലേ നമ്മൾ മിററിലേക്ക് വരച്ചിരിക്കുന്ന നോർമലിൻ്റെ എൻഡ് പോയിൻറ്റിലേക്ക് ഡിഫറെൻറ്റ് ആംഗിളിലൂടെ നമ്മൾ ലേസർ ടോർച്ച് വെച്ചിട്ട് ലൈറ്റ് അടിക്കുക. ഏതൊക്കെ ആംഗിളുകളാണ് വേണ്ടതെന്ന് താഴത്തെ ടേബിൾ നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം കേട്ടോ. അതുപോലെ മറ്റ് ആംഗിളുകൾ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. സോ അങ്ങനെ അടിക്കുമ്പോൾ എന്ത് സംഭവിക്കും, സ്വാഭാവികമായിട്ടും ലൈറ്റ് മിററിൽ തട്ടുന്നു, തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ആംഗിള് മെഷർ ചെയ്യണം. അതായത് observe the reflected light, measure the angle between the ray of light from the laser torch and the normal. അപ്പോൾ ആ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈനും അതുപോലെ ആ നോർമലും തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിള് നമുക്ക് എന്ത് ചെയ്യാം, പ്രൊട്രാക്ടർ വെച്ചിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. Similarly, measure the angle between the reflected ray of light and the normal. Record them in the table. അപ്പോൾ നമ്മൾ അടിക്കുന്ന ലൈനും ടോർച്ചിൽ നിന്ന് വരുന്ന ലൈറ്റും നോർമലും തമ്മിലുള്ള ആംഗിളും കണക്കാക്കണം. അതേപോലെ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റും നോർമലും തമ്മിലുള്ള ആംഗിളും നോക്കിയിട്ട് ടേബിളിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുക. ഇതാണ് ടേബിള്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റീഡിങ് എങ്ങനെ വരും എന്ന് നോക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ പിന്നിലുള്ള റീസൺ എന്താണെന്ന് ഒന്നും കൂടി ഡീപ്പായിട്ട് നോക്കാം. അതിനുശേഷം ഇതിൻ്റെ ഒബ്സർവേഷൻസ് നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ ഈ ഫിഗറിലേക്ക് നോക്കി നോക്കൂ. ഈ താഴെ കൊടുത്തിരിക്കുന്ന ഈ ഭാഗമാണ് എന്തായിട്ട് വരുന്നത്, പ്ലെയിൻ മിററായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതായത് ഞാൻ ഈ ബ്ലാക്ക് കളറിൽ വരയ്ക്കുന്ന ഭാഗത്തിന് നമുക്ക് എന്തായിട്ട് എടുക്കാം, അതാണ് പ്ലെയിൻ മിറർ, നമ്മൾ ബോക്സിനകത്ത് വെച്ച പ്ലെയിൻ മിറർ. ദെൻ നമ്മൾ നോർമൽ വരച്ചില്ലേ, ആ നോർമൽ അതായത് 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ടു മിറർ വരച്ച 90 ഡിഗ്രിയിൽ വരച്ച ലൈനാണ് ഞാൻ ഈ ഗ്രീൻ കളറിൽ കാണിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ നോർമൽ. ആ ലൈനെ നമ്മൾ നോർമൽ എന്നാണ് പറയുക. ദെൻ നമ്മൾ ടോർച്ച് അടിക്കുന്നു. ടോർച്ച് അടിച്ച് വരുന്ന ലൈറ്റ് ഏതാണ്, ഇൻസിഡൻറ്റ് റേ ഉണ്ടോ, ഈ ലൈനാണ് ഇൻസിഡൻറ്റ് റേ. മലയാളത്തിൽ നമ്മളിതിനെ പതനരശ്മി എന്ന് പറയും.
ദെൻ ഈ ഇൻസിഡൻറ്റ് റേയും നോർമലും തമ്മിലുണ്ടാക്കിയ ഒരു കോൺ ഉണ്ടല്ലോ, ഒരു ആംഗിൾ ഉണ്ടല്ലോ, ഈ ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അഥവാ പതന കോൺ എന്ന് പറയുന്നത്. ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇൻസിഡൻറ്റ് റേയും നോർമലിൻ്റെ ഇടയിലുണ്ടാകുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇൻസിഡൻറ്റ് റേ വരുന്നു, പ്ലെയിൻ മിററിൽ തട്ടുന്നു, തിരിച്ച് റിഫ്ലക്റ്റഡ് ആയിട്ട് പോകുന്നു അല്ലേ. അപ്പോൾ ആ തിരിച്ചു പോകുന്ന റേയിന് എന്ത് പറയും? റിഫ്ലക്റ്റഡ് റേ അഥവാ പ്രതിപതന രശ്മി എന്ന് പറയും. അപ്പോൾ ഈ നോർമലും ഈ റിഫ്ലക്റ്റഡ് റേയും തമ്മിലുണ്ടാക്കുന്ന കോണിനെ, അതിൻ്റെ ഇടയിലുള്ള കോണിനെയാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുക. പ്രതിപതന കോൺ, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ആംഗിളിനും ഒരു പ്രത്യേകതയുണ്ട്. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എപ്പോഴും ഈക്വൽ ആയിരിക്കും. പ്ലെയിൻ മിററിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് നമ്മൾ 40 ഡിഗ്രിയിലാണ് ലൈറ്റ് അടിക്കുന്നതെന്നുണ്ടെങ്കിൽ തിരിച്ചു വരുന്ന റിഫ്ലക്റ്റർ റേയും എന്തിലായിരിക്കും? 40 ഡിഗ്രിയിലായിരിക്കും. എന്തിനോട് 40 ഡിഗ്രിയിലായിരിക്കും? നോർമലിനോട് 40 ഡിഗ്രി ആയിരിക്കും. അല്ലാതെ നിങ്ങൾ മിററിൽ നിന്നല്ല കേട്ടോ 40 ഡിഗ്രി കണക്കാക്കേണ്ടത്. നോർമലും ഇൻസിഡൻറ്റ് റേയും തമ്മിലും നോർമലും റിഫ്ലക്റ്റഡ് റേയും തമ്മിലാണ് ആംഗിൾ കണക്കാക്കേണ്ടത്. അപ്പോൾ ആ രണ്ട് ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? ഒരേപോലെ ആയിരിക്കും നമുക്ക് ഒബ്സർവേഷൻ കിട്ടുക. ഇനി നോക്കി നോക്കൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പം അതിൻ്റെ റീഡിങ് എങ്ങനെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? നമുക്ക് നോർമലും ആ ലൈറ്റ് ലേസർ ടോർച്ചിൻ്റെ വരയും തമ്മിലുള്ള ആംഗിൾ എത്രയാണ് വരിക എന്ന് നോക്കൂ. 50 ഡിഗ്രിയാണ് അല്ലേ. നോർമലും ലേസർ ടോർച്ചും തമ്മിലുള്ള ആംഗിൾ വരിക 50 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ 50 ഡിഗ്രിയിൽ അടിച്ചു കഴിഞ്ഞാൽ ഏതിലൂടെ തിരിച്ചു വരും? ഈ ഒരു ലൈനിലൂടെ ആയിരിക്കും ടോർച്ചിൻ്റെ റേ റിഫ്ലക്റ്റ് ചെയ്യുക. സോ ആ റിഫ്ലക്റ്റഡ് ലൈനും നോർമലും തമ്മിലും എത്ര ആംഗിൾ തന്നെയായിരിക്കും ഉണ്ടാവുക? 50 ഡിഗ്രി. സോ ഇനി നമ്മൾ ഇതുപോലെ ഇതിലെ 40 ഡിഗ്രിയിലൂടെ അടിച്ചു എന്ന് വിചാരിക്കുക. 40 ഡിഗ്രിയിൽ നോർമലും ലേസർ ടോർച്ചും തമ്മിൽ 40 ഡിഗ്രി വരണ പോലെ ലൈറ്റ് അടിച്ചാൽ ഇതിൽ വരും? ഈ ലൈനിലൂടെ തിരിച്ചു വരും. അപ്പോഴും അവിടെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ത് തന്നെ ആയിരിക്കും? 40 ഡിഗ്രി തന്നെ ആയിരിക്കും. അപ്പോൾ അതുപോലെ നമുക്ക് ഈ ടേബിളിൽ നോക്കിയേ. അപ്പോൾ 40 ഡിഗ്രി ആണെങ്കിൽ സെക്കൻഡ് കോളത്തിൽ എന്ത് തന്നെ വരും? 40 തന്നെ വരും. 55 ആണെങ്കിൽ 55 വരും. 70 ആണെങ്കിൽ 70 തന്നെ വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ആംഗിളുകൾ വെച്ചിട്ടും എന്ത് ചെയ്യാവുന്നതാണ്? ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. സോ അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന പോലെ ഈസ് ദർ എനി റിലേഷൻ ബിറ്റ്വീൻ the angle made by the light ray from the torch with the normal and the angle made by the reflected light ray with the normal. Both will be equal. രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. രണ്ട് ആംഗിളുകളും ഈക്വൽ ആയിരിക്കും. ആൻഡ് അതുപോലെ ഈ ഫിഗർ എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇതുവരെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു ഫിഗർ വരച്ച് വയ്ക്കാവുന്നതാണ്. ആൻഡ് അതിൻ്റെ പുതിയ വേർഡിങ്സിലായിട്ടുള്ള ഇൻസിഡൻറ്റ് റേ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അങ്ങനെയുള്ള ടേംസൊക്കെ എന്ത് ചെയ്യുക? നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിച്ചു വയ്ക്കുക. ദെൻ ഇനി ഇതിനെ നോട്ടായിട്ട് താഴെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഇൻസിഡൻറ്റ് റേ ആൻഡ് ദ നോർമൽ ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. The angle between the reflected ray and the normal is the angle of reflection. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. What did you find out regarding the reflection of light from the experiment you have conducted? എന്താണ് ആ എക്സ്പെരിമെൻറ്റിൽ നിന്ന് മനസ്സിലായത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ will always be equal. You also have to know the concept of plane to understand more about the laws of reflection. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഉണ്ട്, പ്രതിപതന നിയമങ്ങൾ. അതായത് റിഫ്ലക്ഷനെ ബേസ് ചെയ്ത് കുറച്ച് നിയമങ്ങളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു കൺസെപ്റ്റും കൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, പ്ലെയിൻ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ആ നെക്സ്റ്റ് ബോക്സിൽ, യെല്ലോ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. നോക്കി നോക്കൂ. അതിലത്തെ ആ പിക്ചർ ആദ്യം ശ്രദ്ധിച്ച് നോക്കൂ.
അതായത് ഒരു 2 പേജുകൾ ക്രിസ് ക്രോസ് ആയിട്ട് വെച്ചിരിക്കുന്ന പോലെ ഉണ്ട് അല്ലേ, അത് കണ്ടാൽ. അപ്പോൾ ദ 2 ഷീറ്റ്സ് ഓഫ് പേപ്പർ ഇൻസേർട്ടഡ് ഇൻ ടു ഈച്ച് അതർ ആർ ഓൺ 2 പ്ലെയിൻസ്. ഇതാണ് പ്ലെയിൻ എന്ന് പറയുന്നത്, അതായത് പ്രതലങ്ങൾ. അതായത് ഇപ്പം നമ്മുടെ ബുക്കിൻ്റെ ഒരു പേജ് നമ്മൾ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ അതാണ് അതാണ് ഒരു പ്ലെയിൻ എന്ന് പറയുന്നത്, ഒരു പ്രതലം. ആ പ്രതലത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം, വരയ്ക്കാം അല്ലേ, ട്രയാങ്കിൾ വരയ്ക്കാം, റെക്റ്റാങ്കിൾ വരയ്ക്കാം, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ആ പ്രതലത്തിൽ നിന്ന് നമ്മളൊരു പെൻസിൽ ഇങ്ങനെ കുത്തി നിർത്തിയെന്ന് വിചാരിക്കാം, മുകളിലേക്ക് പൊങ്ങി നിർത്തിയെന്ന് വിചാരിക്കാം. അപ്പോൾ അത് ആ ഒരു പേപ്പറിലുള്ളതാണോ? അല്ല, അത് ആ ഒരു പേപ്പറിന് നമ്മളിപ്പോൾ എഴുതിയ, വരച്ച, ചതുരം വരച്ച, ത്രികോണം വരച്ച ആ ഒരു പ്രതലത്തിലാണോ ആ പെൻസിൽ നമ്മളെ കുത്തി നിർത്തിയിരിക്കുന്നത്? അതായത് എഴുന്നേറ്റ് നിൽക്കുന്ന പോലെ ഇങ്ങനെ കുത്തി നിർത്തി കഴിഞ്ഞാൽ അത് ആ പ്രതലത്തിലാണോ? അല്ല, അത് മറ്റൊരു പ്രതലത്തിലേക്കാണ്. നമുക്ക് ആ ഒരു പെൻസിലിനെ ആ ഒരു പേജിൽ ചേർത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അല്ലേ. അപ്പം അതെന്താണ്? അത് മറ്റൊരു പ്രതലമാണ്, മറ്റൊരു പ്ലെയിനാണ്. അപ്പം ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്ലെയിൻ എന്ന് പറയാം. സോ അതാണ് പറയുന്നത്, ദ 2 ഷീറ്റ്സ് ഓഫ് പേപ്പർ ഇൻസേർട്ടഡ് ഇൻ ടു ഈച്ച് അതർ ആർ ഓൺ 2 പ്ലെയിൻസ്. അപ്പോൾ ഈ ഫിഗറിൽ കാണിക്കുന്ന പോലെ ഈ പേപ്പർ ഒരു പ്ലെയിനാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്ത പോലെ നിൽക്കുന്ന ഈ പേപ്പർ മറ്റൊരു പ്ലെയിനാണ്. ഓക്കെ, ഈച്ച് വാൾ ഇൻ യുവർ ക്ലാസ് റൂം ഈസ് എ പ്ലെയിൻ. അപ്പോൾ നിങ്ങളുടെ ക്ലാസ് റൂമിലെ ഓരോ ചുമരും എന്തായിട്ട് നമുക്ക് കണക്കാക്കാം, ഒരു പ്ലെയിൻ ആയിട്ട് കണക്കാക്കാം. വി വിൽ ലേൺ മോർ അബൌട്ട് പ്ലെയിൻസ് ഇൻ ഹയർ ക്ലാസ്സസ്. ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ വലിയ ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പോൾ നമുക്ക് ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്താണെന്ന് നോക്കാം. എന്തൊക്കെയാണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ? ഫസ്റ്റ് പോയിന്റ് നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെയാണ്, ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ ഈക്വൽ. അതാണ് ഫസ്റ്റത്തെ ലോ എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് ലോ ഇസ് the incident ray, the reflected ray and the normal at the point of incidence are on the same plane. ഇപ്പം നമ്മൾ നേരത്തെ ഫിഗറിൽ കണ്ട ഇൻസിഡൻറ്റ് റേ ഉണ്ട്, അത് റിഫ്ലക്റ്റഡ് റേ ഉണ്ട്, അതുപോലെ നമ്മൾ വരയ്ക്കുന്ന നോർമൽ ഉണ്ട്, ഇതൊക്കെ ഉണ്ട് അല്ലേ. ഇതൊക്കെ എന്താണ്, ഒറ്റ പ്ലെയിനിലാണ്, ഒരേ പ്രതലത്തിലാണ് ഇത് മൂന്നും വരുന്നത്. അല്ലാതെ ഒരു ഒരു പേപ്പറിൽ നമ്മൾ വരയ്ക്കുന്നത് നോർമലും അത് വേറൊരു ഡയറക്ഷനിൽ നിന്ന് റിഫ്ലക്റ്റഡ് അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് റേ വരുന്നു, അങ്ങനെയൊന്നും അല്ല. ഇതെല്ലാം ഒരേ പ്ലെയിനിൽ, അതായത് നമ്മളൊരു പേപ്പറിൽ വരച്ചാൽ അത് കറക്റ്റാണ്, എല്ലാം ആ പേപ്പറിൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റും. വേറൊരു ഡയറക്ഷനിൽ നിന്ന് വരുന്നത് പോലെയല്ല റിഫ്ലക്റ്റഡ് റേയും ഇൻസിഡൻറ്റ് റേയും ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലോസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് പഠിച്ചു വയ്ക്കുക കേട്ടോ. ദെൻ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിലേക്ക് പോവുകയാണ്, ലൈറ്റ് ആൻഡ് സൈറ്റ്. In the previous class, we have learned that we see objects when their image are formed on the retina of our eye. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്, പാഠങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. അതായത് നമ്മളൊരു വസ്തുവിനെ കാണുന്നത് എപ്പോഴാണ്, ആ വസ്തുവിൻ്റെ ഇമേജ് നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലുള്ള ഭാഗമായിട്ടുള്ള റെറ്റിനയിൽ ഫോം ചെയ്യുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, നമുക്ക് ആ വസ്തുവിനെ, ആ ഒബ്ജക്റ്റിനെ നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ഓൾറെഡി പഠിച്ചതാണ്. ദെൻ ഒബ്സർവ് ദ പിക്ചർ. ദ ലൈറ്റ് ഫ്രം ദ ബൾബ് റീച്ചസ് ദ ബുക്ക് ആൻഡ് ദ ഐ. ഹൗ ഡസ് ലൈറ്റ് റീച്ച് ദ ഐ so that we see the book? Observe the picture showing the path of the light ray from the bulb falling on the book and reflecting to our eyes. Complete the flow chart. അപ്പോൾ ആ പിക്ചറിലേക്ക് നോക്കൂ, എന്താണ് അവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്, ഒബ്ജക്റ്റ് അവിടെ ബുക്കാണ് വെച്ചിരിക്കുന്നത്. ആൻഡ് എന്താ സംഭവിക്കുന്നത്, സോഴ്സ് ഓഫ് ലൈറ്റ് ഒരു ബൾബാണ് അല്ലേ. അപ്പോൾ ബൾബിൽ നിന്നുള്ള ലൈറ്റ് റേസ് എവിടെ വരുന്നു, ഒബ്ജക്റ്റിൽ തട്ടും. സോ ബൾബിൽ നിന്നുള്ള ലൈറ്റ് ഒബ്ജക്റ്റിൽ തട്ടുന്നു, ആൻഡ് ദെൻ റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമ്മുടെ കണ്ണിലെത്തുന്നു. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ബുക്കിനെ, ആ ഒബ്ജക്റ്റിനെ കാണുന്നത്. സോ ഹൗ ഡസ് ലൈറ്റ് റീച്ച് ദ ഐ സോ ദാറ്റ് വി സീ ദ ബുക്ക്? എങ്ങനെയാണ് ആ ലൈറ്റ് കണ്ണിലേക്ക് എത്തുന്നത്? ഫസ്റ്റ് ദ ലൈറ്റ്
fall on the object, then it reflected back to the eye അല്ലേ. സോ നമുക്ക് ആ ഫ്ലോ ചാർട്ട് ഫില്ല് ചെയ്യണമെങ്കിൽ ഫസ്റ്റത്തെ കോളത്തിൽ എന്താണ്, ബൾബാണ്. ബൾബിൽ നിന്നുള്ള ലൈറ്റ് എവിടെ എത്തുന്നു, ഒബ്ജക്റ്റിലെത്തുന്നു. ദെൻ ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തിട്ട് എങ്ങോട്ട് പോകുന്നു, കണ്ണിലേക്ക്, ഐയിലേക്ക് എത്തുന്നു. ഇങ്ങനെ വരും നമ്മുടെ ഫ്ലോ ചാർട്ട്. അപ്പം ഇങ്ങനെ സംഭവിക്കുമ്പോഴാണ് നമുക്ക് എന്ത് പറ്റുന്നത്, ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. Haven't you understood that we see a book when the light falling on it gets reflected and reaches our eyes, but we see a glowing bulb when the light from the bulb reaches our eyes directly. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാണുന്നുണ്ട്, നമ്മൾ ഒബ്ജക്റ്റിനെയും കാണുന്നുണ്ട്, നമ്മൾ ബൾബിനെയും കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒബ്ജക്റ്റിനെ, ഒരു വസ്തുവിനെ നമ്മൾ കാണണമെങ്കിൽ ഏതെങ്കിലും ഒരു ലൈറ്റ് സോഴ്സിൽ നിന്നുള്ള ലൈറ്റ് ആ ഒബ്ജക്റ്റിൽ തട്ടി നമ്മുടെ കണ്ണിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ ആ പെർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ, ആ വസ്തുവിനെ കാണുന്നത്. അപ്പോൾ നമ്മൾ ബൾബിനെ എങ്ങനെയാണ് കാണുന്നത്, ബൾബിനെ നമ്മൾ കാണുന്നത് ഡയറക്റ്റായിട്ട് ബൾബിൽ നിന്നുള്ള ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് വന്ന് തട്ടുമ്പോഴാണ് നമ്മൾ ബൾബിനെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ലൈറ്റ് സോഴ്സിനെ നമ്മൾ കാണുന്നത് അതിൽ നിന്നുള്ള ഡയറക്റ്റ് ലൈറ്റിൽ നിന്നാണ്. ബട്ട് മറ്റൊരു വസ്തുവിനെ, ലൈറ്റ് സോഴ്സ് അല്ലാത്തൊരു വസ്തുവിനെ നമ്മൾ കാണുന്നത് സോഴ്സിൽ നിന്നുള്ള ലൈറ്റ് ആ വസ്തുവിൽ തട്ടി തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വസ്തുക്കളെ കാണുന്നത്, ഹൗ ഡു വി സീ തിങ്സ് എന്നുള്ളത് ആ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് റീഡ് ഇറ്റ്. വി സീ ആൻ ഒബ്ജക്റ്റ് വെൻ ലൈറ്റ് കമ്മിങ് ഫ്രം എനി സോഴ്സ് ഓഫ് ലൈറ്റ് falls on that object, gets reflected and reaches our eyes. But we see a source of light when the light from it reaches our eyes directly. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോയിന്റ് തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതായത് ഒരു വസ്തുവിനെ നമ്മൾ കാണുന്നത് ഏതെങ്കിലും ഒരു ലൈറ്റ് സോഴ്സിൽ നിന്ന് ലൈറ്റ് ആ ഒബ്ജക്റ്റിൽ തട്ടിയിട്ട് നമ്മുടെ കണ്ണിൽ തിരിച്ചെത്തുമ്പോഴാണ്. അതേസമയം നമ്മൾ ലൈറ്റ് സോഴ്സിനെ കാണുന്നത് ലൈറ്റ് സോഴ്സിൽ നിന്നുള്ള ലൈറ്റ് റേസ് ഡയറക്റ്റ് നമ്മുടെ കണ്ണിൽ എത്തുമ്പോഴാണ്. ഡോൺ വി സീ മെനി ബ്യൂട്ടിഫുൾ സൈറ്റ്സ് എവറി ഡേ, ഹൗ ആർ ദീസ് സൈറ്റ്സ് പോസിബിൾ? അപ്പം നമ്മൾ ഒരു ദിവസം എത്ര കാഴ്ചകളാണ് കാണുന്നത്, ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് സാധ്യമാവുന്നത്? ഹാവൻറ്റ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ് വി സീ ഓൾ സൈറ്റ്സ് ഓൺ എർത്ത് ഡ്യൂ ടു ദ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്? അപ്പോൾ പ്രകാശത്തിൻ്റെ റിഫ്ലക്ഷനിലൂടെയാണ് നമ്മൾ ഈ കാഴ്ചകളെല്ലാം കാണുന്നതെന്നുള്ളത് മനസ്സിലായില്ലേ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ഈസ് പ്ലെയിൻ മിറർ ആൻഡ് ഇമേജ്. അടുത്ത ടോപ്പിക്ക് പ്ലെയിൻ മിറർ ആൻഡ് ഇമേജ് ആണ്. പരന്ന കണ്ണാടി, അതിലുണ്ടാകുന്ന ഇമേജിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് പറയുന്നത്. വൈ കാൺ വി സീ അവർ ഓൺ ഫേസ്? അപ്പോൾ നമുക്ക് നമ്മുടെ മുഖം കണ്ണാടിയിൽ നോക്കാതെ നമുക്ക് തന്നെ കാണാൻ പറ്റുമോ? ഇല്ല അല്ലേ. അതെന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞു എന്തൊരു വസ്തുവിനെയും കാണണമെങ്കിൽ ലൈറ്റ് റേസ് അതിൽ വീണിട്ട് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് ആ റേ നമ്മുടെ കണ്ണിലെത്തണം. അപ്പോൾ നമ്മുടെ മുഖത്ത് ലൈറ്റ് റേസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും, ലൈറ്റ് റേസ് നമ്മുടെ മുഖത്ത് വീഴുന്നുണ്ടെങ്കിലും അത് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന പാത്ത് നമ്മുടെ കണ്ണിലൂടെയാണോ? അല്ല അല്ലേ. അതായത് നമ്മുടെ ഫേസും കണ്ണും ഒക്കെ ഒരേ പ്ലെയിനിലാണ് ഉള്ളത്. അപ്പോൾ ഇൻസിഡൻറ്റ് റേ നമ്മൾ പഠിച്ചു, എത്ര ആംഗിൾ ഇൻസിഡൻറ്റ് റേ വരുന്നോ അതേ ആംഗിളിൽ അത് തിരിച്ചു പോകും. അപ്പോൾ അതൊരിക്കലും എവിടേക്ക് എത്തുന്നില്ല, നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ മുഖം തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റാത്തത്. വി സീ ഒബ്ജക്റ്റ് വെൻ ദ റിഫ്ലക്റ്റഡ് ലൈറ്റ് റീച്ചസ് അവർ ഐസ്. വിൽ ദ ലൈറ്റ് ഫോളിങ് ഓൺ അവർ ഫേസ് ഗെറ്റ് റിഫ്ലക്റ്റഡ് ടു അവർ ഐസ്? അപ്പോൾ നമ്മുടെ മുഖത്ത് വീഴുന്ന ലൈറ്റ് റേസ് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണിലെത്തുമോ? ഇല്ല. വാട്ട് ഈസ് ദ ഡിവൈസ് വി യൂസ് ടു സീ അവർ ഫേസ്? അപ്പോൾ നമ്മൾ എങ്ങനെയാണ്, എന്ത് ഉപകരണം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ മുഖം കാണുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതെന്തായിരിക്കും? മിറർ ആയിരിക്കും അല്ലേ. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സർഫേസ് ഫ്രം വിച്ച് ലൈറ്റ് ഗെറ്റ്സ് റിഫ്ലക്റ്റഡ് ആൻഡ് റീച്ചസ് അവർ ഐസ് വൈൽ സീയിങ് അവർ ഫേസ് ഇൻ ദ മിറർ? അപ്പോൾ നമ്മൾ കണ്ണാടിയിൽ മുഖം നോക്കുമ്പം ലൈറ്റ് എവിടെയൊക്കെ റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ കണ്ണിലേക്ക് എത്തണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ വെറും ഒരു ഒബ്ജക്റ്റ് കാണുന്ന പോലെയല്ല അല്ലേ, നമ്മുടെ മുഖമാണ് കാണുന്നത്. അപ്പോൾ ആ ഫിഗറിലേക്ക് നോക്കൂ. ആ ഫിഗർ നോക്കിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ലൈറ്റ് സോഴ്സ് ഏതാണ്? സണ്ണാണ് അല്ലേ. സണ്ണിൽ നിന്നുള്ള ലൈറ്റ് ആദ്യം എവിടെയാണ് തട്ടുന്നത്? നമ്മുടെ ഫേസിൽ.
സണ്ണിൽ നിന്നുള്ള ലൈറ്റ് ഒന്ന് നമ്മുടെ ഫേസിൽ തട്ടുന്നു. ദെൻ അത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് എങ്ങോട്ട് പോകുന്നു, അവിടെ ആദ്യത്തെ റിഫ്ലക്ഷൻ നടക്കുന്നു കേട്ടോ. നമ്മുടെ ഫേസിൽ ഇങ്ങനെ വന്നിട്ട് നമ്മുടെ ഫേസിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്തിട്ട് അത് എങ്ങോട്ട് പോകുന്നു, മിററിലേക്ക് പോകുന്നു. മിററിലേക്ക് പോയിട്ട് ദെൻ വീണ്ടും അതെന്ത് ചെയ്യുന്നു, റിഫ്ലക്റ്റ് ചെയ്യുന്നു. ദെൻ മിററിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്തിട്ട് വീണ്ടും തിരിച്ചു വന്ന് നമ്മുടെ കണ്ണിലെത്തുന്നു. അപ്പോൾ 2 തവണ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ ഫേസിലും റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട് ആൻഡ് മിററിലും റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ലൈറ്റ് റേസ് നമ്മുടെ കണ്ണിലെത്തുമ്പം നമുക്ക് നമ്മളെ തന്നെ കാണാൻ വേണ്ടിയിട്ട്, കണ്ണാടിയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്തൂടെ? ഫസ്റ്റ് എന്താണ്, സണ്ണിൽ നിന്നുള്ള ലൈറ്റ് എവിടെ എത്തുന്നു, ഫേസിലെത്തുന്നു, നമ്മുടെ ഫേസിലെത്തുന്നു. ദെൻ റിഫ്ലക്റ്റഡ് ലൈറ്റ്, ഫേസിൽ നിന്നുള്ള റിഫ്ലക്റ്റഡ് ലൈറ്റ് എവിടെ എത്തുന്നു, മിററിലെത്തുന്നു. മിററിൽ നിന്നുള്ള റിഫ്ലക്റ്റഡ് ലൈറ്റ്സ് എവിടെ എത്തുന്നു, കണ്ണിലെത്തുന്നു. ഓക്കെ, സോ ഇങ്ങനെ ഈ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ അതിന് താഴെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതെന്താ നോക്കൂ. ഓൺ വിച്ച് സർഫസസ് അതർ ദാൻ ദ മിറർ ക്യാൻ യു സീ യുവർ ഫേസ്? മിററിലല്ലാതെ മറ്റെന്തെല്ലാം പ്രതലങ്ങളിൽ നമ്മുടെ മുഖം കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ മിററിലല്ലാതെ നമ്മൾ എപ്പോഴൊക്കെയാണ് നമ്മുടെ മുഖം കാണാറുള്ളത്? ഒരു പുതിയ സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതിൽ നോക്കുമ്പോൾ നമ്മുടെ മുഖം കാണാറുണ്ട് അല്ലേ? അതുപോലെ ഒരു വിൻഡോ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഗ്ലാസ് ഡോറിലോ ഒക്കെ നോക്കുമ്പോൾ നമ്മുടെ മുഖം കാണാൻ പറ്റുന്നുണ്ട്. ഇനി സ്റ്റില്ലായിട്ട് നിൽക്കുന്ന വെള്ളത്തിൽ നോക്കുമ്പോൾ അല്ലേ, നല്ല തെളിഞ്ഞ് സ്റ്റില്ലായിട്ട് നിൽക്കുന്ന വെള്ളത്തിൽ നോക്കുമ്പോൾ നമുക്ക് നമ്മളെ കാണാൻ പറ്റാറില്ലേ? അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് നമ്മുടെ ഫേസ് റിഫ്ലക്റ്റ് ചെയ്ത് കാണാറുണ്ട് അല്ലേ? Look at the picture below. Haven't you seen mirrors of different shapes? What are the peculiarities of the surface of these mirrors? അപ്പോൾ പല തരത്തിലുള്ള കണ്ണാടികളുണ്ട്, പല ഷേപ്പിലുള്ളതുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രതലത്തിന്, ഇതിൻ്റെയൊക്കെ സർഫസിനുള്ള പ്രത്യേകത എന്തായിരിക്കും? ഇതൊക്കെ ഷൈനിങ് ആയിരിക്കും, അതായത് ഫ്ലാറ്റ് ആയിരിക്കും, നല്ല ഷൈനിങ് ആയിട്ടുള്ള പ്രതലമായിരിക്കും അല്ലേ? എ മിറർ വിത്ത് എ ഫ്ലാറ്റ് സർഫസ് ഇസ് എ പ്ലെയിൻ മിറർ. അപ്പോൾ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ്, അതായത് പൊങ്ങിയിട്ടും താണിട്ടും ഒന്നുമില്ലാതെ ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസുള്ള മിററുകളെയാണ് പ്ലെയിൻ മിറർ എന്ന് പറയുന്നത്. വി ക്യാൻ സീ അവർ ഇമേജ് ഇൻ പ്ലെയിൻ മിറേഴ്സ്. അപ്പം നമ്മൾ മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന കണ്ണാടി എന്ന് പറയുന്നത് പ്ലെയിൻ മിററാണ്. അല്ലാതെ കോൺകേവ് മിററോ കോൺവെക്സ് മിററോ ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ ഉപയോഗിക്കാറില്ല, മുഖം നോക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറില്ല. നോർമലി നമ്മൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇനി നമ്മൾ പ്ലെയിൻ മിററിൻ്റെ കുറച്ച് പെക്യുലിയാരിറ്റീസിനെ കുറിച്ച്, പ്രത്യേകതകളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു മിററിന് മുന്നിൽ, ഒരു കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് റൈസ് ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡ് പൊക്കി നോക്കുക. ലെഫ്റ്റ് ഹാൻഡ് പൊക്കുമ്പോൾ മിററിൽ നിങ്ങൾക്ക് അത് ഏത് ഹാൻഡ് പൊക്കുന്ന പോലെയാണെന്ന് തോന്നുന്നത്? വിച്ച് ഹാൻഡ് ഓഫ് ദ ഇമേജ് ഈസ് റൈസ്ഡ്? അതായത് മിററിൽ ഫോം ചെയ്ത, മിററിലുള്ള ഇമേജിൻ്റെ ഏത് കൈയാണ് പൊങ്ങിയതെന്ന് നോക്കാം. അതേപോലെ റൈറ്റ് ഡൗൺ യുവർ നെയിം ഇൻ ഇംഗ്ലീഷ് യൂസിങ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഓൺ എ വൈറ്റ് പേപ്പർ ആൻഡ് ഷോ ഇറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ പ്ലെയിൻ മിറർ. അതേപോലെ ഒരു പേപ്പറിൽ ഇംഗ്ലീഷിൽ നിങ്ങളുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയിട്ട് അതേപോലെ കൊണ്ടുപോയിട്ട് കാണിച്ചു നോക്കുക. അപ്പോൾ ക്യാൻ യു റീഡ് യുവർ നെയിം ഇൻ ദ മിറർ? നിങ്ങളുടെ പേര് നിങ്ങൾ എഴുതിയ പോലെ തന്നെയാണോ മിററിൽ കാണുന്നത്? അല്ല അല്ലേ? അപ്പോൾ നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് പൊക്കിയപ്പം മിററിൽ റൈറ്റ് ഹാൻഡ് പൊക്കിയ പോലെയല്ലേ നിങ്ങൾക്ക് തോന്നിയത് അല്ലേ? മിററിലുള്ള ഇമേജ് ഏത് ഹാൻഡാണ് പൊക്കിയത്? റൈറ്റ് ഹാൻഡ്. അതേപോലെ നിങ്ങൾ എഴുതിയ നിങ്ങളുടെ പേര് തന്നെയാണോ നിങ്ങൾ മിററിൽ കണ്ടത്? അല്ലല്ലോ. If so, how should the word basic science be written on a paper so as to read it on a plain mirror? അപ്പോൾ ബേസിക് സയൻസ് എന്ന് എഴുതിയിട്ട് നമുക്ക് അതേപോലെ വായിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പേപ്പറിൽ എങ്ങനെ എഴുതിയാലായിരിക്കും ഇമേജിൽ വരുമ്പോൾ, മിററിൽ വരുമ്പോൾ അത് കറക്റ്റായിട്ട് ബേസിക് സയൻസ് ആവുക എന്നുള്ളതൊന്ന് എഴുതി നോക്കാനാണ് പറയുന്നത്. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് വേറെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പേരോ ഒക്കെ എഴുതിയിട്ട് ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇറ്റ് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് ആക്ടിവിറ്റി അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഓൺ വിച്ച് സൈഡ് ഓഫ് ദ ഇമേജ് വിൽ എ മോൾ ഓൺ വൺസ് ലെഫ്റ്റ് ചീക്ക് ബി സീൻ? അപ്പോൾ ഒരാളുടെ കവിളിൽ, ലെഫ്റ്റ് ചീക്കിൽ, ഇടത്തെ കവിളിൽ ഒരു മറുക് ഉണ്ടെങ്കിൽ അത് ഇമേജിൽ ഏത് കവിളിലായിരിക്കും? വലത്തെ കവിളിലായിരിക്കും കാണുക അല്ലേ? അപ്പോൾ ഇത് ഈ മിററിൻ്റെ എന്ത് പ്രത്യേകതയാണ് ഇങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടാക്കുന്നത് നോക്കാം.
അതിന് നമ്മൾ പറയുന്ന പേരാണ് lateral inversion. Lateral inversion. In a plane mirror, the left side of an object appears as the right side of the image and the right side of the object appears as the left side of the image. അതായത് ഒരു പ്ലെയിൻ മിററിൽ, ഒരു പരന്ന കണ്ണാടിയിൽ ഒരു വസ്തുവിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്തായിട്ടായിരിക്കും കാണുന്നത്? റൈറ്റ് സൈഡ് ആയിരിക്കും ഇമേജിൽ, മിററിൽ കാണുക. അതേപോലെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡായിട്ടുമായിരിക്കും കാണുക. ആൻഡ് ഈ ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടീനെ പറയുന്ന പേരാണ് ലാറ്ററൽ ഇൻവേർഷൻ. ദിസ് ഫിനോമിനൻ ഈസ് ലാറ്ററൽ ഇൻവേർഷൻ. അപ്പോൾ പ്ലെയിൻ മിററിനുള്ള ഒരു ക്യാരക്ടറാണ് എന്ത്? ഈ ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയുന്നത്. സോ അതിൻ്റെ താഴെയുള്ള ക്വസ്റ്റ്യൻ നോക്കൂ. ആൻഡ് അവിടെ ഒരു ആംബുലൻസിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഈ ആംബുലൻസിൻ്റെ പ്രത്യേകത എന്താ? Haven't you seen this vehicle? What would be the reason for writing like this on the vehicle? ആംബുലൻസിൽ ആംബുലൻസ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് കറക്റ്റായിട്ടുള്ള ഫോമിലാണോ എഴുതിയിട്ടുണ്ടാവുക? അല്ല, അത് ഇതുപോലെ മിറർ ഇമേജ് പോലെയാണ് എഴുതിയിട്ടുണ്ടാവുക. എന്തുകൊണ്ടാണത്? അതായത് നമ്മൾ മുന്നിൽ പോകുന്ന ഒരു വണ്ടിയുടെ ഡ്രൈവർ നോക്കുന്നത്, ആംബുലൻസിനെ കാണുന്നത് ഏതിലൂടെ ആയിരിക്കും? അവരുടെ കണ്ണാടിയിൽ, അവരുടെ വണ്ടിയിലുള്ള റിയർ വ്യൂ മിററിലൂടെ ആയിരിക്കും അല്ലേ? അപ്പോൾ അത് കണ്ടിട്ട് വേണം നമുക്ക് വണ്ടി മാറ്റി കൊടുക്കാൻ ആംബുലൻസ് വരുമ്പോൾ അല്ലേ? അപ്പോൾ ആ കണ്ണാടിയിൽ വായിക്കുമ്പം ഈ മിറർ ഇമേജ് വണ്ടിയുടെ മുന്നിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് കണ്ണാടിയിൽ അയാൾ നോക്കുന്ന വണ്ടിയുടെ ഡ്രൈവർ നോക്കുന്ന റിയർ വ്യൂ മിററിൽ കറക്റ്റായിട്ടുള്ള സ്പെല്ലിംഗ് ആയിരിക്കും അയാൾക്ക് കാണുന്നത്. അപ്പോൾ അയാൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വായിക്കാൻ പറ്റും. അതേസമയം കറക്റ്റായിട്ട് ആംബുലൻസ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഡ്രൈവർ നോക്കുമ്പോൾ, മുമ്പിൽ പോകുന്ന വണ്ടിയുടെ ഡ്രൈവർ നോക്കുമ്പോൾ ഈ മിറർ ഇമേജ്, തല തിരിഞ്ഞ ഇമേജ് ആയിരിക്കും എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക. പക്ഷേ ഓൾറെഡി തലതിരിച്ച് കൊടുത്തതുകൊണ്ട് കണ്ണാടിയിൽ നോക്കുമ്പോൾ എന്ത് കാണാൻ പറ്റും? കറക്റ്റായിട്ടുള്ള ആംബുലൻസ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആംബുലൻസിൻ്റെ മുമ്പിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ എക്സാമിന് ഈ ആംബുലൻസിൻ്റെ പിക്ചർ തന്നെ തന്നിട്ട് പ്ലെയിൻ മിററിൻ്റെ ഏത് പ്രത്യേകതയുമാണ് ഇതുമായി റിലേറ്റ് ആയിട്ടുള്ളതെന്ന് അങ്ങനെ കണക്ട് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലാറ്ററൽ ഇൻവേർഷൻ ഓർത്ത് വയ്ക്കുക. അതെന്താണ്? ഇടതുവശം വലതുവശമായിട്ടും വലതുവശം ഇടതുവശവുമായിട്ട് കാണുന്ന പ്ലെയിൻ മിററിൻ്റെ പ്രോപ്പർട്ടി. അപ്പോൾ അതങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു വയ്ക്കാൻ ഓർക്കുക. അപ്പോൾ ഇനി ഈ ചാപ്റ്ററിൽ പ്ലെയിൻ മിററിൻ്റെ കുറച്ച് പ്രത്യേകതകൾ കൂടി പറയാനുണ്ട്. അതുപോലെ ലെറ്റസ് എസ്എസിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ ഞാൻ അതൊരു പാർട്ടും കൂടിയായിട്ട്, അടുത്തൊരു പാർട്ടും കൂടിയായിട്ട് വീഡിയോ ഇടാം. സോ ഇതൊക്കെ കാണുന്നതിന് എല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.